6-ാം ഭാഗം. ഇക്കിഗായി നമുക്കും ശീലമാക്കാം. പറയുന്നത് OK ശൈലജ ടീച്ചർ, വിഷ്ണുമംഗലം, കോഴിക്കോട്. പ്രിയപ്പെട്ടവരെ, നാം ഏവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നശ്വരമായ ജീവിതത്തിൽ ഈ സന്തോഷവും സമാധാനവും ഉണ്ടാകേണ്ടത് അത് നമ്മുടെ ജീവിത രീതിയിലൂടെയാണ്. നാം തന്നെയാണ് നമ്മുടെ സന്തോഷവും സമാധാനവും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് നമുക്ക് ജാപ്പനീസ് ഇക്കിഗായ് ജീവിത രീതി നമ്മുടെ ശീലമാക്കാം. അതായത് ജപ്പാൻകാർ 100 വയസ്സ് വരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നതിന്റെ ഒരു രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ജീവിതത്തിന് കൂടുതൽ അർത്ഥവുമുണ്ട്. ജപ്പാനിലെ ലോകപ്രശസ്തമായ ദീർഘായുസ്സിന്റെ രഹസ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ആശയമാണ് ഇക്കിഗായ്. ഇക്കി എന്നത് ജീവിതം, ഗായ് എന്നത് മൂല്യം അല്ലെങ്കിൽ കാരണം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ജീവിക്കാൻ നിങ്ങളെ ഓരോ ദിവസവും പ്രചോദിപ്പിക്കുന്ന കാരണം എന്നതാണ് ഇക്കിഗായ്. ജപ്പാനിലെ ദീർഘായുസ്സിന് പേരുകേട്ട പ്രദേശമായ ഒക്കിനാവയിലെ നിരവധി ആളുകൾ ജീവിതത്തിൽ ഒരു ഇക്കിഗായ് കണ്ടെത്തി അതനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ അവരുടെ ദീർഘായുസ് ഇക്കിഗായ് മാത്രം കൊണ്ടല്ല, ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ ശരീരചലനം, സാമൂഹിക ബന്ധങ്ങൾ, നല്ല ഉറക്കം, ആരോഗ്യ പരിചരണം തുടങ്ങിയ പല ഘടകങ്ങളും അതിൽ പങ്കുവഹിക്കുന്നു. ഇക്കിഗായിയുടെ 10 പ്രധാന ജീവിത നിയമങ്ങൾ നമുക്ക് നോക്കാം. 1. ജീവിതത്തിന് ഒരു വ്യക്തമായ ലക്ഷ്യം കണ്ടെത്തുക. രാവിലെ ഉറക്കമുണരുമ്പോൾ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? അത് ജോലിയാകാം, കുടുംബമാകാം, സേവന പ്രവർത്തന ആകാം, കല, കൃഷി, പഠനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യമാകാം. ലക്ഷ്യമുള്ള ജീവിതം മനസ്സിന് ഊർജവും ജീവിതത്തിന് ദിശയും നൽകുന്നു. 2. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. സജീവമായി തുടരുക. ജോലിയിൽ നിന്ന് വിരമിച്ചാലും ജീവിതത്തിൽ നിന്ന് വിരമിക്കരുത്. പൂന്തോട്ട പരിപാലനം, വായന, കൈത്തൊഴിലുകൾ, സംഗീതം, നടക്കൽ, എഴുത്ത്, പുതിയ കാര്യങ്ങൾ പഠിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ തലച്ചോറിനെയും ശരീരത്തെയും സജീവമാക്കുന്നു. 3. ശരീരം ദിവസവും ചലിപ്പിക്കുക. എല്ലാ ദിവസവും മണിക്കൂറുകളോളം ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. നാം എന്ത് ചെയ്താൽ മതി? ദിവസവും 30-45 മിനിറ്റ് നടക്കുക, പടികൾ കയറുക, വീട്ടുജോലികൾ ചെയ്യുക, ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക, തോട്ടപ്പണി ചെയ്യുക. ചലിക്കുന്ന ശരീരം കൂടുതൽ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് സഹായകമാണ്. 4. വയറ് നിറയെ കഴിക്കാതെ 80% വരെ മാത്രം കഴിക്കുക. ജാപ്പനീസ് ജീവിത ശൈലിയിൽ ഹാരഹാച്ചിബു എന്നൊരു ശീലമുണ്ട്. ഹാരഹാച്ചിബു എന്നൊരു ശീലം അതെന്താണെന്ന് നോക്കാം. വയറ് ഏകദേശം 80% നിറഞ്ഞതായി തോന്നുമ്പോൾ ഭക്ഷണം നിർത്തുക. ഇത് അമിത ഭക്ഷണം ഒഴിവാക്കാനും ശരീരം ഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. പിന്നെ നല്ല സുഹൃത്തുക്കളും ബന്ധങ്ങളും നിലനിർത്തുക. അതായത് ഒറ്റപ്പെടൽ ശരീരത്തെയും മനസ്സിനെയും ദോഷകരമായി ബാധിക്കാം. കുടുംബത്തോടും സുഹൃത്തുക്കളോടും അയൽക്കാരോടും സമയം ചെലവഴിക്കുക. സ്നേഹവും പിന്തുണയും നിറഞ്ഞ ബന്ധങ്ങൾ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നു. പിന്നെ സമ്മർദ്ദം നിയന്ത്രിക്കാൻ പഠിക്കുക. സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല, എന്നാൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് നോക്കാം. ധ്യാനം, പ്രാർത്ഥന, ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം, പ്രകൃതിയിലൂടെ നടക്കൽ, ഇഷ്ടമുള്ള ഹോബികൾ ഇവ മനസ്സിന് ശാന്തത നൽകും. പിന്നെ എത്രയും നല്ലൊരു കാര്യമാണ്, നമുക്കൊരു നഷ്ടവുമില്ലാത്തൊരു കാര്യമാണ് പുഞ്ചിരി ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നത്.
ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ചിരി മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സഹായിക്കുന്നു. പിന്നെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക. മരങ്ങൾ, പൂക്കൾ, മഴ, കാട്, കടൽ, മലകൾ, ഇങ്ങനെ പ്രകൃതിയിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് സന്തോഷം തരുന്നതാണ്. അവയോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ മനസ്സിന് ശാന്തിയും ലഭിക്കും. അപ്പോൾ മാനസികാരോഗ്യം മെച്ചപ്പെടുന്നു. പിന്നെ നമുക്ക് വേണ്ട ഏറ്റവും നല്ലൊരു കാര്യം നന്ദിയുള്ളവരാകുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്ദി വളർത്തുക. ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കാൾ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കുക. ഓരോ ദിവസവും നന്ദി പറയാൻ ഒരു കാരണം കണ്ടെത്തുക. നമുക്ക് കിട്ടുന്ന നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല സന്ദർഭങ്ങൾ, മറ്റുള്ളവർ തരുന്ന എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു കാര്യങ്ങൾ അവർ നമുക്കായി ചെയ്യുന്നത്, അതിനൊക്കെയും നമ്മൾ നന്ദി പറയുക. നന്ദിയുള്ള മനോഭാവം ജീവിത സംതൃപ്തി വർദ്ധിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം പൂർണ്ണമായി ജീവിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ ഈ നിമിഷത്തിൽ മുഴുവൻ മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് കിട്ടിയ സന്തോഷത്തെ, നല്ല കാര്യങ്ങളിൽ സന്തോഷിച്ച് വളരെ ആ നിമിഷത്തെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക. നമുക്ക് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇതാണ് ഇക്കിഗായി നമ്മെ പഠിപ്പിക്കുന്നത്. ഇക്കിഗായി എന്നത് ഒരു അത്ഭുതമരുന്നോ 100 വയസ്സ് വരെ ജീവിക്കാനുള്ള ഉറപ്പോ അല്ല. അതായത് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തുക, ശരീരവും മനസ്സും സജീവമായി നിലനിർത്തുക, ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരുക, നല്ല ബന്ധങ്ങൾ വളർത്തുക, ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുക. ഈ ശീലങ്ങൾ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യകരമായ, സന്തോഷകരമായ, സമാധാനകരമായ ഒരു ജീവിതം ഉറപ്പാണ്. അപ്പോ ആ ജീവിതം, അങ്ങനെയുള്ളൊരു സന്തോഷവും സമാധാനവും സുഖകരമായ ഒരു ജീവിതം നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ ഒരു ശീലങ്ങളിലൂടെ എന്ന് നാം മനസ്സിലാക്കിയാൽ ജീവിതം സുന്ദരം, സമാധാനം. അഭിമുഖമാണ് ഇനി. രഘുത്തമൻ പച്ചാളവുമായി കാഞ്ചിയോട്